മത്ത പരതരം നാന്യൽ കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിസ്ഥിതി ലയകാര്യങ്ങൾക്ക് കാരണമായി മറ്റൊന്നും തന്നെയില്ല. നൂലിൽ മണികളെന്ന പോലെ ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണിത്. അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ചുറ്റുഭാഗം നോക്കുമ്പോൾ നമുക്കതിന്റെ ഭംഗി മനസ്സിലാകും. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിൽ അസാമാന്യമായ ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു അച്ചടക്കത്തിന് വിധേയമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യം നമുക്ക് കാണാവുന്നതാണ്. എന്താണ് ഈ പ്രാപഞ്ചിക വസ്തുക്കളെ കൂട്ടിയോജിപ്പിക്കുന്ന ശക്തി എന്ന് ചിന്തിക്കുമ്പോഴാണ് കവിഭാവന നൂലിൽ കോർക്കപ്പെട്ട മണികളിലേക്ക് എത്തുന്നത്. മുത്തുമണികളെ ഒരു ചരടിൽ കോർത്ത് ഒരു മാലയായി കാണുമ്പോൾ അതിന് നല്ല ഭംഗിയുണ്ട്. ആ ചരട് അദൃശ്യമാണ്, പക്ഷേ ആ ചരടാണ് മാലയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അദൃശ്യമായ ചരടാണ് ഈശ്വരൻ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുണ്ടായതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ ദൃശ്യത്തിനു കാരണം ആ അദൃശ്യമായ ചരടാണ്. ഈ മനോഹരമായൊരു കാവ്യഭാവന, സമാനമായ ചിന്തകൾ നമുക്ക് മറ്റു വേദഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. ഹുബുക്ക് എന്നൊരു പ്രയോഗമുണ്ട്, തുന്നിച്ചേർത്ത. ഇത് ഖുറാനിൽ നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗമാണ്. വിവിധ സഞ്ചാരപദങ്ങൾ തുന്നിച്ചേർത്ത ആകാശം സാക്ഷി, അല്ലെങ്കിൽ വിവിധ സഞ്ചാര പദങ്ങളുള്ള ആകാശം സാക്ഷി എന്ന് 51-ാം അധ്യായത്തിലെ 7-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. സമാനതകൾ കാണുവാൻ താൽപര്യമുള്ളവർക്ക് അതവിടെയുണ്ട്. അതേസമയം തന്നെ വിയോജിപ്പുകളും ഉണ്ടായേക്കാം. സാമ്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുക, വിയോജിപ്പുകൾ കാണുമ്പോൾ അതിനെ പരസ്പര ബഹുമാനത്തോടുകൂടി അംഗീകരിക്കുക. ഇതാണ് സമാധാനത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വഴി എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.